നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് അത്ര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമല്ല പാഷൻ വ്ളോഗർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന വണ്ടി എൻ്റെ കമ്പനിക്ക് വേണ്ടി ഓടുന്ന വണ്ടിയാണ്. ആ വണ്ടി കോയമ്പത്തൂർ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി നല്ല സ്പീഡിൽ വരുന്ന വണ്ടി ഒരു സിഗ്നലിന് പച്ച കത്തിക്കൊണ്ടിരിക്കുന്ന സിഗ്നൽ ക്രോസ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് എതിർവശത്തു നിന്ന് വന്ന ഒരു ലോറി ക്രോസ് ചെയ്തപ്പോൾ ആ ലോറിയായിട്ട് ഇടിച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത്. അതിനുശേഷം ആ വണ്ടി ക്രെയിനിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ക്രെയിൻ സർവീസ് വന്നു, റിക്കവറി വാൻ വന്ന് ക്രെയിൻ വെച്ച് നമ്മുടെ പിക്കപ്പ് കെട്ടിവലിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ള ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹൈവേകളിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കണക്കൂട്ടലുകൾ പിഴച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൊന്ന് പാളിയാൽ മുന്നിലുള്ള വണ്ടികൾ നമ്മൾ പല ഭാഗത്തുനിന്നും വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. അങ്ങനെ ഒരു മെസ്സേജ് കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ജീവനാണ്. ഇപ്പോൾ ഈ വണ്ടി അപകടത്തിൽ പിക്കപ്പിൻ്റെ ഡ്രൈവർ വളരെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അപ്പോൾ എന്താ വെച്ചാൽ, ഈ ഒരു ദൈവാനുഗ്രഹം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക. നമ്മുടെ ശ്രദ്ധ മരിക്കുമ്പോഴാണ് അപകടം ജനിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്താണെങ്കിലും ഈ ഒരു അപകടത്തിൽ ഈശ്വരാധീനം നല്ലപോലെ ഉണ്ടായത് കാരണം നമ്മുടെ ഡ്രൈവർക്ക് പരിക്കുകളൊന്നും പറ്റിയില്ല. ചെറിയ രീതിയിലുള്ള മുറിവുകൾ കാര്യങ്ങളൊക്കെയാണ് വന്നത്. അദ്ദേഹം ഈ വണ്ടിയുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് വണ്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തെടുത്തത്. അവിടെ ദൈവത്തിന്റെ കരങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിച്ചു. അതിന് നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ടോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസാനവട്ട ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിടുക്കനായ ഒരു ഡ്രൈവറായിരുന്നു ക്രെയിൻ സർവീസിന്റെ റിക്കവറി വാനിൽ വന്നത്. വളരെ സ്മാർട്ടായിട്ടുള്ള പെരിന്തൽമണ്ണക്കാരനായിട്ടുള്ള ഷെരീഫ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. ഞാൻ ഈ കൂട്ടത്തിൽ അതും കൂടി ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പെരിന്തൽമണ്ണ PMNA ക്രെയിൻ സർവീസ് റിക്കവറി സർവീസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തിന് അടുത്ത് തിരൂർക്കാടിനടുത്ത് ITC സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഒരു പമ്പ് ഉണ്ട്. അതുപോലെ ടാറ്റയുടെ ഒരു ഷോറൂം ഉണ്ട്. അതിൻ്റെ അടുത്താണ് ഈ PMNA റിക്കവറി സർവീസ് ഉള്ളത്. വളരെ നല്ല സർവീസാണ്, ടൈംലി സർവീസാണ്, വിദഗ്ധരായ ഡ്രൈവർമാരാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം അങ്ങനെ നമ്മുടെ വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമായൊരു കാഴ്ചയാണ്. പിന്നെ എന്താണെങ്കിലും വണ്ടിയാണ്, ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വരും. നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. വണ്ടിയാണ്, ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കും. നമ്മൾ ശ്രദ്ധിക്കുക, അത് മാത്രമേ. എന്താണെങ്കിലും നമ്മൾ വണ്ടി ഇപ്പോൾ മഞ്ചേരി വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടി പണിയണം. എന്താണെങ്കിലും ഒരു 1-2 മാസം പിടിക്കും. അപ്പോൾ വണ്ടി പണിത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുതിയ രൂപത്തിലാക്കിയതിന് ശേഷമുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീണ്ടും വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് പാഷൻ വ്ളോഗർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് പോകുന്നു. നന്ദി.